ഹലോ ഗായ്സ്, നമുക്കിന്ന് സിമ്പിളായിട്ടൊരു മാംഗോ ലസ്സി ഉണ്ടാക്കിയാലോ. അതിനായി നല്ല പഴുത്ത മാങ്ങ എടുക്കണം കേട്ടോ. ഏത് മാങ്ങയാലും കുഴപ്പമില്ല, പക്ഷെ നല്ല പഴുത്ത മാങ്ങ ആയിരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ തൈരാണ് കേട്ടോ. ഞാൻ ഇവിടെ വീട്ടിൽ അമ്മ ഉണ്ടാക്കിയ തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിച്ചാൽ പുളിയുള്ളതായാലും പുളി ഇല്ലാത്ത തൈരായാലും യാതൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു വെച്ച മാങ്ങ എന്ന് പറയുമ്പം അത് തൊലി കളഞ്ഞ് അത്യാവശ്യം ചെത്തിയെടുക്കണം കേട്ടോ. തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് വേണമെങ്കിൽ തന്നെ അരിയാം, ഇല്ലെങ്കിൽ തന്നെ ചെറിയ മാങ്ങയാണെങ്കിൽ അരിയേണ്ട ആവശ്യമില്ല. ഫുള്ളായിട്ട് തന്നെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ തൊലി കളഞ്ഞ് മാങ്ങ ചെത്തി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര മാങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല പഴുത്ത മാങ്ങയായിരിക്കണം കേട്ടോ. നല്ല പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നാൽ മാത്രമേ മാംഗോ ലസ്സി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ തൊലി കളഞ്ഞ് മാങ്ങ എടുത്തിട്ടുണ്ട്, അത് മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കണ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതും പഞ്ചസാരയും കൂട്ടി നല്ലോണം അടിച്ചെടുക്കണം കേട്ടോ. അടിച്ചെടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു കുറുകിയ കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും. അത് നമ്മളൊരു ഗ്ലാസ്സിലേക്കൊക്കെ മാറ്റി കുടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ എന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ആൾ ഫസ്റ്റ് ടൈമാണ് മാംഗോ ലസ്സി ടേസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, ആൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അവരിത് ട്രൈ ചെയ്ത് നോക്കണേ.